ഞാൻ ഒരു ബുദ്ധിജീവിയാണ്, ഞാൻ ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സിനിമകൾ മാത്രമേ കാണൂ. എന്തൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ച് ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമോ, അതൊക്കെ ഡബിൾ മീനിങ്ങും എല്ലാം വെച്ചിട്ടുള്ളൊരു കോമഡി, ഒരു സെറ്റ് ഓഫ് അവരുടെ എപ്പോഴും ഒരു സന്താനം ഫാനാണ്. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് പോയത് തന്നെയാണ് കിട്ടിയത്. പക്ക സ്ലാപ്സ്റ്റിക്, കീപ് യുവർ ബ്രെയിൻസ് ഔട്ട് ഓഫ് ദ തിയേറ്റർ എന്ന് പറയുന്ന മൂവി. എന്നാലും സ്ലാപ്സ്റ്റിക് കോമഡി എന്ന് പറയുന്നത് ചുമ്മാ ഉണ്ടാക്കാനും ഭയങ്കര പ്രയാസമുള്ളൊരു ജോണർ തന്നെയാണ്. സന്താനം പ്യുവർ ഒരു സന്താനം കോമഡി മൂവി, സ്റ്റാർട്ടിൽ എൻഡ് വരെ എന്തൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ച് ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലങ്ങനെ ഒരു മാസ് ഡയലോഗ്, ഇതിൽ ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, സന്താനം പ്യുവർ ഹീറോ മോഡിലേക്ക് പോകുന്നുണ്ടുള്ള ഇതാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡും കൂടെ വെച്ചിട്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഹീറോ ആണെങ്കിലും കൂടുതൽ നെഗറ്റീവ് ഷെയ്ഡ് കാണിച്ചിട്ട് ആണ് കാണിക്കുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൂടുള്ള ആൾക്കാരാണ് വരുന്നത്. ഒരു എന്താ പറയുക, ഒരു നോ ബ്രെയിനർ മൂവി തന്നെ ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ജസ്റ്റ് കീപ്സ് യു എൻ്റർടൈൻ ടിൽ ദി എൻഡ്. പിന്നെ അങ്ങനെ വലിയ എന്താ പറയുക, ഞാൻ ഒരു ബുദ്ധിജീവിയാണ്, ഞാൻ ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സിനിമകൾ മാത്രമേ കാണൂ, അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കുള്ള സിനിമ അല്ല. അതിനൊരു മാസ് മൂവി. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇറ്റ് വിൽ റൺ ഇൻ ദ BNC സെൻറ്റേഴ്സ്. ഈവൻ എനിക്ക് തോന്നുന്നത് എൻ്റർടൈൻമെൻറ്റ് വൈസ് ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. ഒരു വെക്കേഷൻ ടൈമിൽ ഫാമിലിയുടെ പോയി കാണാൻ പറ്റുന്ന മൂവി തന്നെയാണ്. ഇവിടുത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ആദ്യം പ്രൊമോഷൻ ആദ്യം വന്നിട്ടില്ല. ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം മറ്റേതോ DD റിട്ടേൺസ് ഒക്കെ വന്നില്ല, അതൊക്കെ ഇവിടെ നല്ല ഹിറ്റായിരുന്നു. ആ ലെവലിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ഒരു എന്താ പറഞ്ഞാൽ തമിഴ് സ്ലാപ്സ്റ്റിക് കോമഡി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഉള്ളൊരു കൂട്ടമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കോണ്ടൻറ്റ് മാത്രമേ കൺസ്യൂം ചെയ്യൂ എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ്. സോ ഐ ഡോണ്ട് നോ വെദർ നൗ പീപ്പിൾ വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് എ മൂവി. ഐ വാസ് എൻ്റർടൈൻഡ്. എനിക്കൊരു 2.5 hours ഒരു നല്ല കോമഡി, ഡബിൾ മീനിങ്ങും എല്ലാം വെച്ചിട്ടുള്ളൊരു കോമഡി, ഒരു സെറ്റ് ഓഫ് അവരുടെ എപ്പോഴും ഒരു ഗ്യാങ് ഉണ്ടല്ലോ. സോ അവരെല്ലാം നല്ല എൻ്റർടൈനിങ് തന്നെയായിരുന്നു. സോ ഐ ലൈക്ഡ് ഇറ്റ്.